ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കൊരു പ്രണയമുണ്ടെന്നറിയുമ്പോൾ ആദ്യം മാതാപിതാക്കൾക്ക് എന്തായിരിക്കും തോന്നുക? സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ടാകുമല്ലേ? അവളെ വഴക്ക് പറയണോ അതോ സ്നേഹത്തോടെ തിരുത്തണോ എന്ന പല ചിന്തകളും ഉണ്ടാകും. ആലുവയിലെ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മകളുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിലറിഞ്ഞത്. അന്ന് അവൾക്ക് താക്കീത് നൽകിയതാണ്, ഫോൺ പിടിച്ചു വാങ്ങി വെച്ചതാണ്. എന്നാൽ മാതാപിതാക്കൾ അറിയാതെ അവൾ രഹസ്യമായി കാമുകനുമായി വീണ്ടും ചാറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം മകളെ വീട്ടിൽ നിന്ന് കാണാതായപ്പോഴാണ് അവൾ പ്രണയം തുടർന്നിരുന്ന കാര്യം വീട്ടുകാർ മനസ്സിലാക്കിയത്. ഈ കാലം ഒരു അപകടം പിടിച്ചതാണ് കേട്ടോ. ആ പെൺകുട്ടിയെ സൗഹൃദം നടിച്ച് പൂനെയിലേക്ക് കടത്തിക്കൊണ്ടുപോയ യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലം ഓച്ചിറ സ്വദേശിയായ അഭിജിത്തിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പന്ത്രണ്ടുകാരിയുമായി കഴിഞ്ഞ കുറേ നാളുകളായി അടുപ്പമുണ്ടായിരുന്ന അഭിജിത്ത് ഇവരുമായി ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് പൂനെയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. പെൺകുട്ടിയെ ലൈംഗിക താൽപ്പര്യത്തോടെ സ്പർശിച്ചതിലുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പിടിയിലായ അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ആലുവ റൂറൽ പോലീസ് അറിയിച്ചു. 2023 കൊല്ലം ഓച്ചിറയിൽ ഇയാൾക്കെതിരെ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുടുംബവുമായി അകന്നു കഴിയുന്ന ഇയാൾ മുനമ്പം ചെറായി ഭാഗങ്ങളിൽ ഐസ്ക്രീം കച്ചവടം നടത്തി വരികയായിരുന്നു. കൊച്ചിയിൽ ബസ് യാത്രയ്ക്കിടെയാണ് 12കാരിയെ പരിചയപ്പെടുന്നതും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ID കൈമാറുന്നതും. തുടർന്ന് സൗഹൃദം നിലനിർത്തുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാനെന്ന പേരിൽ വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി ഇയാൾക്കൊപ്പം പോകുകയാണ് ഉണ്ടായത്. വീട്ടുകാരുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ആലുവ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാം ID കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പിന്നീട് അഭിജിത്തിലേക്ക് എത്തിയത്. പൂനെയിലെത്തിയ ഇവർ ഡൽഹിയിലുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിൻ്റെ സഹായത്തോടെ അങ്ങോട്ട് കടക്കാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് മഹാരാഷ്ട്ര പോലീസിന്റെ കൂടി സഹായത്തോടെ ഇരുവരെയും കേരള പോലീസ് പിടികൂടുന്നത്. രണ്ടുപേരെയും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് അടക്കമുള്ള സഹായങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അഭിജിത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. ഡൽഹിയിലേക്ക് വരാൻ നിർദ്ദേശിച്ച ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.